നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. സ്കിൽ കേരള എന്ന പേരിൽ ഒരു ഗ്ലോബൽ സബ്മിറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചി ബോൾഗാട്ടിയിലുള്ള ലുലുവിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് കേരള ഗവൺമെൻറ് കീഴിലുള്ള കേരള നോളജ് എക്കണോമി മിഷൻ KKEM, അതേപോലെ KDISC, വിജ്ഞാന കേരള, ഇതിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു ഗ്ലോബൽ സബ്മിറ്റ് നടക്കുകയുണ്ടായത്. ഞാനും ആ ഒരു സബ്മിറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ ഒരു സബ്മിറ്റിൽ വെച്ചിട്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദ ടാലന്റ് ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള എന്ന പേരിലാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതായത് കേരളത്തിലെ ജോബ്സ്, സ്കിൽസ്, ഈ മേഖലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ഇതിലെ ചില കാര്യങ്ങൾ ഒരു ജോബ് ആസ്പിരൻ്റ് അല്ലെ കരിയർ ആസ്പിരൻ്റ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനായിട്ടും എങ്ങനെ ആ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുമൊക്കെ ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കേരള ഹാസ് ദ 9th ലാർജസ്റ്റ് ടാലന്റ് പൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 9ാമത്തെ വലിയ ടാലന്റ് പൂളാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളത് എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ 5 വർഷം കൊണ്ട് 172% ആണ് ഈ ടാലന്റ് പൂള് ഗ്രോ ചെയ്തത് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. മറ്റൊരു രസകരമായ ഒരു വസ്തുത നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 40% ഓഫ് ദ കേരള ടാലന്റ് പൂൾ അവർ ഹെയിൽ ചെയ്യുന്നത് 4 ജില്ലകളിൽ നിന്നാണ്, 4 സിറ്റീസിൽ നിന്നാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് കൊച്ചിയാണ് ഏറ്റവും മുന്നിലുള്ളത്. അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, ഈ 4 ജില്ലകളിൽ നിന്നാണ് കേരളത്തിൻ്റെ 40% ടാലന്റ് പൂള് വരുന്നത് തുടങ്ങിയ വസ്തുതകളൊക്കെ ഈ റിപ്പോർട്ടിൽ കാണുകയുണ്ടായി. എന്നാൽ സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇനി ഒന്ന് സൂചിപ്പിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്കിൽസ് ആർ ദ ന്യൂ ഡിഗ്രി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഫോർമൽ ഡിഗ്രി അത് നേടുന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ആവശ്യം വേണ്ട ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് ജോബ് റെഡി ആവുക, അതിന് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഇന്ന് റിക്രൂട്ടേഴ്സ് കാണുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെ സ്കില്ലുകളാണ് ഇക്കാലത്ത് വളരെ ഹോട്ടായിട്ടുള്ള, അങ്ങനെയുള്ള ടെക്നോളജിക്കൽ സ്കില്ലുകൾ ഏതൊക്കെ എന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാ നോക്കുക, 2020-ലെയും 2025-ലെയും ഒക്കെ കേരളത്തിലെ ടോപ്പ് സ്കില്ലുകളെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2025-ലേക്ക് വരുമ്പോൾ ഈ IT-യുമായി ബന്ധപ്പെട്ട ചില സ്കില്ലുകൾ അത് വളരെ ഡോമിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് അനാലിറ്റിക്കൽ സ്കില്ല്, പൈതൺ, SQL, ജാവാസ്ക്രിപ്റ്റ്, ഡാറ്റ അനാലിസിസ്, പിന്നെ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ, C++, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ബിസിനസ് അനാലിസിസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ്. ഇങ്ങനെയൊക്കെയുള്ള അനാലിറ്റിക്കൽ അനാലിസിസ് സ്കില്ലുകളൊക്കെ അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട സ്കില്ലുകളൊക്കെയാണ് ടോപ്പായിട്ട് വരുന്നത്. ഈ തൊട്ടടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഒരു റിപ്പോർട്ട്, ഹൗ ദ ടാലന്റ് മാർക്കറ്റ് ഇവോൾവ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് അനാലിറ്റിക്കൽസ് ഡോമിനേറ്റ്. അതായത് ഡാറ്റയുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അനാലിറ്റിക്സ് അനലൈസ് ചെയ്യുന്നത് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവരിവിടെ എഴുതി വച്ചിരിക്കുന്നത്. അനാലിറ്റിക്കൽ സ്കിൽ ആൻഡ് ഡാറ്റ അനാലിസിസ് റൈസ് ടു ദ ടോപ്പ്. ഇനി 3ാമത്തെ സ്കില്ല് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മോഡേൺ ടെക് സ്റ്റാക്സ് റീപ്ലേസ് ലെഗസി. അതായത് ഈ ടെക് സ്റ്റാക്സ് IT-യുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലും വലിയ അവസരങ്ങളുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ നിന്ന് 2 കാര്യം വ്യക്തമാണ്. ഇക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ 2 ടെക്നോളജികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സുമൊക്കെയായി ബന്ധപ്പെട്ട മേഖല, മറ്റൊന്ന് ടെക് സ്റ്റാക്ക്. ഈ ഡാറ്റയെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്നാണ് പറയുന്നത്. അതായത് ഓയിൽ പോലെ തന്നെ വളരെ അമൂല്യമാണ് ഡാറ്റ എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം ഓയിൽ ഒരു ക്രൂഡ് രൂപത്തിൽ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അതിനൊന്ന് റിഫൈൻ ചെയ്ത് പെട്രോളും ഒക്കെ ആക്കി മാറ്റുമ്പോഴാണ് അത് ഉപയോഗപ്രദമായിട്ട് മാറുക. എന്ന് പറയുന്നത് പോലെ ഈ ഡാറ്റയെ റിഫൈൻ ചെയ്യാൻ കഴിയുവാണെങ്കിൽ അത് വളരെ വാല്യുബിൾ ആയിട്ട് മാറാനായിട്ട് കഴിയും. അതിനുള്ള സങ്കേതങ്ങൾ, ഉദാഹരണത്തിന് ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ്, ഡാറ്റ എഞ്ചിനീയറിംഗ്, ബിസിനസ് അനലിറ്റിക്സ്, ഈ മേഖലയിലൊക്കെ
നമ്മുടെ കേരളത്തിൽ പോലും വലിയ അവസരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ ഈ ടെക് സബ്മിറ്റ് നടക്കുന്ന ദിവസങ്ങളിൽ തന്നെ വളരെ യാദൃശികമായിട്ട് കൊച്ചി പാലാരിവട്ടത്തുള്ള ഒരു IT ട്രെയിനിങ് സ്ഥാപനം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ടെക്കോളാസ് ടെക്നോളജീസ് എന്നതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. ഇവിടെ ചെന്നപ്പോൾ ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ഈ രണ്ട് മേഖല, അതായത് ഒന്ന് ഡേറ്റ ഡ്രിവൺ അല്ലെങ്കിൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, മറ്റൊന്ന് ഈ ടെക് സ്റ്റാക്ക്, ഈ രണ്ട് മേഖലകളിലെ കോഴ്സുകളാണ് കൃത്യമായിട്ട് ഇവർ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഈ ഡേറ്റയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഡേറ്റ അനലിറ്റിക്സ്, അതേപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് പോലെയുള്ള കോഴ്സുകൾ. ഇനി ടെക് സ്റ്റാക്കിലേക്ക് വന്നാൽ പൈതൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഓർക്കുക, ഈ ഡേറ്റ ഡ്രിവൺ ടെക്നോളജി, അതേപോലെ ടെക് സ്റ്റാക്ക് കോഴ്സുകൾ, ഇതൊന്നും കൂടാതെ കാലത്ത് നല്ല ഡിമാൻഡുള്ള AI-യിലുള്ള കോഴ്സുകൾ, അതേപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സുകളും ഒക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ പ്രൊജക്ട് ബേസ്ഡ് ട്രെയിനിങ് ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് ഇവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ ഒക്കെ ലീഡർഷിപ്പിൽ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പഠനം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്റേൺഷിപ്പ് സൗകര്യവും ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഈ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മികച്ച പ്ലേസ്മെന്റും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് 95% പ്ലേസ്മെന്റ് ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെന്റ് ടീമിനെയൊക്കെ ഇവരെ റെഡിയാക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, പ്ലേസ്മെന്റ് ട്രെയിനിങ്, റെസ്യൂമേ പ്രിപ്പറേഷന്, ഇന്റർവ്യൂ പെർഫോം ചെയ്യാനൊക്കെയുള്ള ട്രെയിനിങ് ഒക്കെ ലഭ്യമാക്കുന്നു. ഇനി പഠനത്തിനിടയിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യുവാൻ കഴിയുന്നതും പിന്നെ പഠനം ഓൺലൈനിലൂടെയൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് നാക്ടെക് സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമാകുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് റെക്കഗ്നീഷനുള്ള ഒരു ഓട്ടോണമസ് ബോഡിയായ നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ലഭ്യമാകുന്നത്. ഓർക്കുക, കൊച്ചിയിൽ മാത്രമല്ല പാലക്കാടും കോഴിക്കോടും ഒക്കെ ഇവർക്ക് ട്രെയിനിങ് സൗകര്യം ലഭ്യമാണ് എന്നുള്ള കാര്യം. ഓൺലൈനിലൂടെയും ട്രെയിനിങ് ഇവിടെ ലഭ്യമാണ്. അപ്പം ഈ ടെക്കോളാസ് ടെക്നോളജി ഓഫർ ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നാണ് അറിയിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലിങ്ക്ഡിൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ ഹോട്ടായിട്ടുള്ള ചില ടെക്നോളജികൾ ഏതെന്നും അത് പഠിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെയും ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ടെക്കോളാസ് ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് തൃപ്തികരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ IT-യിൽ ഏതെങ്കിലുമൊക്കെ ടെക്നോളജി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.